നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ SCERT ബേസിക് സയൻസ് 6ാം ക്ലാസ്സിലെ 4ാമത്തെ ലെസണാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ 3 ലെസൺസ് പഠിച്ചു കഴിഞ്ഞു. കൂട്ടുകാരത് കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ പ്ലേലിസ്റ്റിലൊന്ന് കയറി നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഈ ക്ലാസ്സുകളെല്ലാം വളരെ ഉപകാരപ്രദമായിരിക്കും. ഞാൻ എല്ലാ ക്ലാസ്സിൻ്റെ ഫ്രണ്ടിലും ഈ ഒരു ഇൻട്രോ പറയുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഈ ക്ലാസ് കാണുന്നതെങ്കിൽ കൂട്ടുകാർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഇൻട്രോ പറയുന്നത് കേട്ടോ. അപ്പോൾ 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ഈ വീഡിയോൻ്റെ എൻഡ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, കൂട്ടുകാർക്ക് ആ ക്ലാസ് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് 4ാമത്തെ ലെസണാണ്. ചലനത്തിനൊപ്പം എന്നാണ് നമ്മുടെ ലെസൻ്റെ പേര്. എന്താണ് ചലനം അഥവാ മോഷൻ? ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റമാണ് എന്ത്? ചലനമെന്ന് പറയുന്നത്. ആ ചലനം സാധ്യമാകണമെങ്കിൽ അവിടെ എന്ത് വേണം? ഒരു ഫോഴ്സ് കൊടുക്കണം. ഒരു ബലം പ്രയോഗിക്കുമ്പോഴാണ് അവിടെ ചലനം അഥവാ മോഷൻ സാധ്യമാവുന്നത്. എന്താണ് ചലനം? ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റം, ഒരു വസ്തുവിന് ഒരു സ്ഥാനത്ത് നിന്ന് മറ്റൊരു സ്ഥാനത്തേക്ക് മാറുമ്പോൾ ഉണ്ടാവുന്നതാണ് ചലനം അഥവാ മോഷൻ എന്ന് പറയുന്നത്. ഒരു വസ്തുവിനെ നമ്മൾ ഒരു സ്ഥാനത്ത് നിന്ന് മറ്റൊരു സ്ഥാനത്തേക്ക് മാറ്റണമെങ്കിൽ നമ്മൾ അവിടെ എന്ത് കൊടുക്കണം? ബലം പ്രയോഗിക്കണം. ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴാണ് അവിടെ എന്ത് സംഭവിക്കുന്നത്? ചലനം സംഭവിക്കുന്നത്. ഭൂമിയിലെ എല്ലാ വസ്തുക്കളും ചലനത്തിന് വിധേയമാണ്. ഭൂമിയുടെ ഭ്രമണ വേഗം, ഭൂമധ്യരേഖാ പ്രദേശത്ത് ഭൂമി സ്വയം തിരിയാനെടുക്കുന്ന സമയമാണ് 1667 km/h. എന്താണ്? ഭൂമധ്യരേഖാ പ്രദേശത്ത് ഭൂമി സ്വയം തിരിയാനായിട്ട് എടുക്കുന്ന സമയമാണ് എത്ര? 1667 km/h. അടുത്ത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് എന്താണ് ബലം അഥവാ ഫോഴ്സ്? എന്തായിരിക്കും ഫോഴ്സ്? ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ, ഒരു വസ്തുക്കളെ നമുക്ക് എന്ത് ചെയ്യണം? ഒന്ന് ചലിപ്പിക്കണമെങ്കിൽ അവിടെ എന്ത് അപ്ലൈ ചെയ്യണം? ഫോഴ്സ് അപ്ലൈ ചെയ്യണം. അതായത് നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെ ചലിപ്പിക്കാനും ദിശ മാറ്റാനും വേഗത കൂട്ടുകയോ അല്ലെങ്കിൽ വേഗത കുറയ്ക്കുകയോ ചെയ്യാനും ചലിക്കുന്ന വസ്തുക്കളെ നിശ്ചലമാക്കാനും പ്രയോഗിക്കുന്നതാണ് എന്ത്? ബലം അഥവാ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ എന്താ പറയുക, ഒരു മേശപ്പുറത്ത് ഒരു ഗോലി വെച്ചു, ഒരു രാശിക്കായ വെച്ചു ഒരറ്റത്ത്. അതിന് നമ്മൾ കൈകൊണ്ട് തട്ടി അവിടെ ഒരു ചെറിയ ഫോഴ്സ് അപ്ലൈ ചെയ്തു ഇല്ലേ? ആ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് പറ്റും? ആ ബോള് അല്ലെങ്കിൽ രാശിക്കായ അല്ലെങ്കിൽ ഗോലി, നമുക്ക് ബോൾ എന്ന് എടുക്കാം, അതായിരിക്കും കുറച്ചുകൂടി മനസ്സിലാവുക. ആ ബോൾ ഇങ്ങനെ തട്ടി കൊടുക്കുമ്പോൾ ബോള് പയ്യെ പയ്യെ ചലിക്കും ഇല്ലേ? സ്പീഡിൽ കൂടുതൽ ഫോഴ്സ് കൊടുത്താൽ സ്പീഡിൽ പോവും, കുറച്ച് ഫോഴ്സ് കൊടുത്താൽ വളരെ പതുക്കെ പോവും. അങ്ങനെ പോകുമ്പോൾ നമുക്ക് എന്താ ദിശ അത് ചലിപ്പിക്കാനായിട്ട് സാധിക്കുന്നു. ഇനി അങ്ങനെ പതുക്കെ ഉരുണ്ടു പോകുന്ന സമയത്ത് അതിൻ്റെ തടസ്സമായിട്ട് നമ്മളൊരു കൈ വെച്ച് കൊടുത്താൽ എന്ത് സംഭവിക്കും? ആ ഗോലി പതുക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട്, അതായത് അവിടെ തട്ടിയിട്ട് പയ്യെ ദിശ മാറിപ്പോവും ഇല്ലേ? അങ്ങനെ ദിശ മാറ്റാൻ, ചലിപ്പിക്കാനായിട്ട് ദിശ മാറ്റാനായിട്ട് സാധിച്ചു. ഇനിയോ അങ്ങനെ ആ പന്ത് നേരെ താഴേക്ക് വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? താഴേക്ക് വീണ് കഴിഞ്ഞാൽ അതിൻ്റെ സ്പീഡ് കുറച്ചുകൂടി കൂടും. അപ്പം ബലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ എന്താ? നിശ്ചലാവസ്ഥയിലിരിക്കുന്ന ഒരു വസ്തുവിനെ ചലിപ്പിക്കാനും ദിശ മാറ്റാനും വേഗത കൂട്ടാനും വേഗത കുറയ്ക്കാനും ചലിക്കുന്ന വസ്തുക്കളെ നിശ്ചലമാക്കാനും പ്രയോഗിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? ബലം അഥവാ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് എന്താണ് നേർരേഖാ ചലനം? ലീനിയർ മോഷൻ. ഒരു വസ്തുവിൻ്റെ നേർരേഖയിലൂടെയുള്ള ചലനത്തെ നമുക്ക് എന്തെന്ന് വിളിക്കാം? നേർരേഖാ ചലനം അഥവാ ലീനിയർ മോഷൻ എന്ന് പറയാം. ഇനി ഈ നേർരേഖാ ചലനത്തിന് ഉദാഹരണം ഏതാണ്? മാങ്ങ ഞെട്ടറ്റ് വീഴുന്നു. മാങ്ങയെ നമുക്ക് മാങ്ങ മുകളിൽ നിന്ന് നേരെ എന്താണ്? നേരെ താഴേക്ക് വീഴും. വളഞ്ഞു തിരിഞ്ഞു പോവോ? ഇല്ല, നേരെ ഞെട്ടറ്റ് കഴിഞ്ഞ് നേരെ താഴേക്ക് പോകുന്നത്. ഒരു ലിഫ്റ്റ് എങ്ങനെയായിരിക്കും? ലിഫ്റ്റ് നേരെ മുകളിലേക്ക് പോകുന്നു അല്ലെങ്കിൽ നേരെ താഴേക്ക് വരുന്നു. ഇതൊക്കെ എന്തിനുള്ള ഉദാഹരണമാണ്? നേർരേഖാ ചലനത്തിനുള്ള ഉദാഹരണമാണ്. അല്ലെങ്കിൽ സ്കെയിലും പെൻസിലും ഉപയോഗിച്ച് ഒരു നേർരേഖ വരയ്ക്കുന്നതും നേർരേഖാ ചലനത്തിന് ഉദാഹരണമാണ്. ഇനി അടുത്ത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് എന്താണ്? ഭ്രമണം അഥവാ റൊട്ടേഷൻ. ഭ്രമണം എന്താണ്? സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് എന്ത്? റൊട്ടേഷൻ എന്ന് പറയുന്നത്.
റൊട്ടേഷൻ അഥവാ ഭ്രമണത്തിന് ഉദാഹരണം ഏതൊക്കെയാണ്? വാഹനങ്ങളുടെ ചക്രം കറങ്ങുന്നത്, ഷാർപ്പണർ ഉപയോഗിച്ച് പെൻസിൽ കൂർമ്മിക്കുന്നത്, അതുപോലെ തന്നെ ഫാനിൻ്റെ കറക്കം, പമ്പരത്തിൻ്റെ കറക്കം, ഇതെല്ലാം എന്തിനുള്ള ഉദാഹരണങ്ങളാണ്? ഭ്രമണത്തിനുള്ള ഉദാഹരണമാണ്. കറങ്ങുന്ന വസ്തുവിൻ്റെ അക്ഷം വസ്തുവിൻ്റെ ഉള്ളിൽ തന്നെ വരുന്ന ചലനമാണ് എന്ത്? ഭ്രമണമെന്ന് പറയുന്നത്. ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഭ്രമണം എങ്ങനെയാണ്? കറങ്ങുന്ന വസ്തുവിൻ്റെ അക്ഷം എവിടെ വരും? വസ്തുവിൻ്റെ ഉള്ളിൽ തന്നെ വരുന്ന ചലനമാണ് ഭ്രമണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കണം കേട്ടോ. അപ്പോൾ ഭ്രമണം എന്താണെന്ന് മനസ്സിലായി. ഇനി അടുത്തത് നമ്മൾ പഠിക്കുന്നത് സർക്കുലാർ മോഷൻ, വർത്തുള ചലനം. എന്തായിരിക്കും വർത്തുള ചലനം? ഒരു വസ്തുവിൻ്റെ വൃത്താകാര പാതയിലൂടെയുള്ള ചലനത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? വർത്തുള ചലനം അഥവാ സർക്കുലാർ മോഷൻ എന്ന് പറയുന്നത്. ഉദാഹരണം എന്തായിരിക്കും? ഒരു കല്ല് ചരടിൽ കെട്ടി കറക്കുമ്പോൾ കല്ലിനുണ്ടാവുന്ന ചലനം, അതെന്തിന് ഉദാഹരണമാണ്? വർത്തുള ചലനത്തിന് ഉദാഹരണമാണ്. കുറച്ച് എക്സാമ്പിൾ തന്നിട്ട് ചോദിക്കാറുണ്ട്, ഭ്രമണം ഏതാണ്, അല്ലെങ്കിൽ വർത്തുള ചലനം ഏതാണ്, അല്ലെങ്കിൽ ലീനിയർ മോഷൻ ഏതാണെന്ന് ചോദിക്കാറുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കണം കേട്ടോ. എന്താണ്? ഒരു കല്ലിൽ ചരട് കെട്ടി കറക്കുമ്പോൾ കല്ലിനുണ്ടാവുന്ന ചലനം വർത്തുള ചലനം. ഇനി അതുപോലെ തന്നെ കോമ്പസിൽ പെൻസിൽ ഘടിപ്പിച്ച് വൃത്തം വരയ്ക്കുന്നത് വർത്തുള ചലനത്തിന് ഉദാഹരണമാണ്. വൃത്തപാതയിലൂടെ കളി തീവണ്ടി ഓടുന്നത് അതും എന്തിനുള്ള ഉദാഹരണമാണ്? വർത്തുള ചലനത്തിന് ഉദാഹരണമാണ്. ഇനി അങ്ങനെയെങ്കിൽ പരിക്രമണം, റെവല്യൂഷൻ എന്താണ്? കറങ്ങുന്ന വസ്തുവിൻ്റെ അക്ഷം വസ്തുവിന് പുറത്ത് വരുന്ന ചലനമാണ് പരിക്രമണം അഥവാ റെവല്യൂഷൻ എന്ന് പറയുന്നത്. കറങ്ങുന്ന വസ്തുവിൻ്റെ അക്ഷം വസ്തുവിന് പുറത്ത് വരുന്ന ചലനമാണ് ഏത്? പരിക്രമണം എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് എന്താണ് ദോലനം അഥവാ ഓസിലേഷൻ. എന്താണ് ദോലനം? ഒരു വസ്തു ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതാണ് ദോലനം. നമ്മൾ ഊഞ്ഞാലാടുന്നത് എന്തിനുള്ള ഉദാഹരണമാണ്? ഓസിലേഷന് ഉദാഹരണമാണ്. ക്ലോക്കിലെ പെൻഡുലത്തിൻ്റെ ചലനം, തൂക്കിയിട്ട വിളക്കിൻ്റെ ചലനം, അതുപോലെ തന്നെ വാഹനങ്ങളുടെ വൈപ്പറിൻ്റെ ചലനം, ഇതെല്ലാം എന്തിനുള്ള ഉദാഹരണങ്ങളാണ്? ദോലനത്തിനുള്ള ഉദാഹരണമാണ്. അങ്ങനെയെങ്കിൽ കമ്പനം എന്തായിരിക്കും? വൈബ്രേഷൻ. ദ്രുതഗതിയിലുള്ള ദോലനങ്ങളെ നമുക്ക് എന്തെന്ന് പറയാം? കമ്പനമെന്ന് പറയാം. എന്താണ്? ദ്രുതഗതിയിലുള്ള ദോലനങ്ങളെ നമുക്ക് എന്തെന്ന് വിളിക്കാം? കമ്പനമെന്ന് പറയാം. ഇപ്പൊ ട്യൂണിംഗ് ഫോർക്കിൽ ഒരു ഹാമർ വെച്ചിട്ട് ഒന്ന് മുട്ടിക്കഴിഞ്ഞുമ്പോൾ അതെന്താണ്? കമ്പനമാണ്, വൈബ്രേഷനാണ്. അതുപോലെ തന്നെ നമ്മുടെ കയ്യിലൊരു റബ്ബർ ബാൻഡ് എടുത്തിട്ട് ആ റബ്ബർ ബാൻഡ് ഇങ്ങനെ അകത്തി വെച്ചിട്ട് ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ അതും കമ്പനത്തിന് ഉദാഹരണമാണ്. അല്ലെങ്കിൽ നമ്മുടെ മേശയമേ ഒരു സ്കെയിൽ വെച്ചിട്ട് അതിനൊരു തട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതും വൈബ്രേഷൻ അഥവാ കമ്പനത്തിന് ഉദാഹരണങ്ങളാണ്. അടുത്തത് വക്രരേഖാചലനം. വക്രരേഖാചലനം എന്താണ്? വക്രരേഖാചലനം വസ്തുക്കളുടെ വക്രരേഖയിലൂടെയുള്ള ചലനമാണ് വക്രരേഖാചലനം. ഉദാഹരണം ഏതാണ്? ദൂരേക്ക് എറിയുന്ന ബോളിൻ്റെ ചലനം. നമ്മളൊരു ബോൾ എടുത്ത് നേരെ ദൂരേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് പോകുന്നത്? അതൊരു വക്രരേഖയിലൂടെയുള്ള ഒരു ചലനമാണ് അവിടെ സാധ്യമാവുന്നത്. അടുത്തത് പീരിയോഡിക് മോഷൻ അഥവാ ക്രമാവർത്തന ചലനം. എന്തായിരിക്കും ക്രമാവർത്തന ചലനം? ഒരു നിശ്ചിത സമയത്തിൽ ആവർത്തിച്ചു വരുന്ന ചലനമാണ് എന്ത്? ക്രമാവർത്തന ചലനം അഥവാ പീരിയോഡിക് മോഷൻ എന്ന് പറയുന്നത്. അതിന് ഉദാഹരണം ഏതാണ്? ഭൂമിയുടെ ഭ്രമണം, അതുപോലെ തന്നെ ക്ലോക്കിൻ്റെ പെൻഡുലത്തിൻ്റെ ചലനം, ഇതെല്ലാം എന്തിനുള്ള ഉദാഹരണങ്ങളാണ്? പീരിയോഡിക് മോഷൻ അഥവാ ക്രമാവർത്തന ചലനത്തിനുള്ള ഉദാഹരണമാണ്. തുല്യ സമയത്തിൽ തുല്യ ദൂരം സഞ്ചരിക്കുന്ന ചലനത്തെ നമുക്ക് എന്തെന്ന് പറയാം? സമചലനം എന്ന് പറയാം. തുല്യ സമയത്തിൽ തുല്യ ദൂരം സഞ്ചരിക്കുന്ന ചലനത്തെ നമുക്ക് എന്തെന്ന് വിളിക്കാം? സമചലനമെന്നും തുല്യ സമയത്തിൽ വ്യത്യസ്ത ദൂരം സഞ്ചരിക്കുന്ന ചലനത്തെ നമുക്ക് അസമചലനമെന്നും പറയാം. അതായത് നോൺ യൂണിഫോം മോഷനും യൂണിഫോം മോഷനും. ഓക്കെ, ഇനി ബലത്തിൻ്റെ യൂണിറ്റ് ഏതായിരിക്കും? ബലത്തിൻ്റെ ഫോഴ്സിൻ്റെ യൂണിറ്റ് ഏതാണ്? ന്യൂട്ടൺ. ബലത്തിൻ്റെ CGS യൂണിറ്റ് ഏതാണ്? ഡൈൻ. ബലത്തിൻ്റെ CGS യൂണിറ്റ് ഡൈൻ. 1 ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ എത്ര ഡൈനാണ്? 1,00,000 ഡൈനാണ്. ഒരു വസ്തുവിൻ്റെ ചലനം മറ്റൊരു വസ്തുവുമായി താരതമ്യപ്പെടുത്തി മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ.
അതിനെ പറയുന്നതാണ് ചലനം ആപേക്ഷികമാണെന്നാണ്. എന്താണ്? ഒരു വസ്തുവിൻ്റെ ചലനം മറ്റൊരു വസ്തുവുമായി താരതമ്യപ്പെടുത്തി മാത്രം പറയാൻ സാധിക്കുകയുള്ളൂ. കാരണം എന്താണ്? ചലനം ആപേക്ഷികമാണ്. ചലനത്തെക്കുറിച്ചുള്ള പഠനമാണ് ഡൈനാമിക്സ്. ഇമ്പോർട്ടൻ്റ് ആണ്. ചലനത്തെക്കുറിച്ചുള്ള പഠനം ഏതാണ്? ഡൈനാമിക്സ്. ചുറ്റുപാടുകൾക്കനുസരിച്ച് ഒരു വസ്തുവിൻ്റെ സ്ഥാനത്തിന് മാറ്റമുണ്ടാകാത്ത അവസ്ഥ ഏതാണ്? നിശ്ചലാവസ്ഥ. ചുറ്റുപാടുകൾക്കനുസരിച്ച് ഒരു വസ്തുവിൻ്റെ സ്ഥാനത്തിന് മാറ്റമുണ്ടാകാത്ത അവസ്ഥ, മാറ്റമില്ലാത്തൊരവസ്ഥയാണ് എന്ത്? നിശ്ചലാവസ്ഥ. നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെക്കുറിച്ചുള്ള പഠനം ഏതാണ്? സ്റ്റാറ്റിക്സ്. അപ്പം ചലനത്തെക്കുറിച്ചുള്ള പഠനം ഡൈനാമിക്സും നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെക്കുറിച്ചുള്ള പഠനം സ്റ്റാറ്റിക്സുമാണ്. യന്ത്രങ്ങളിലൊക്കെ എങ്ങനെയായിരിക്കും ചലനം സാധ്യമാകുന്നത്? ഇപ്പോൾ തയ്യൽ മെഷീൻ ചവിട്ടുമ്പോൾ, അതുപോലെ തന്നെ നമ്മുടെ അരി പൊടിക്കുന്ന ആ മെഷീൻസ്, സൈക്കിൾ ചവിട്ടുമ്പോൾ, അതൊക്കെ എങ്ങനെയാണ് ചലനം അവിടെ നടക്കുന്നത്? എങ്ങനെയായിരിക്കും? അതായത് ഒരു യന്ത്രത്തിൽ നൽകുന്ന ബലത്തെ മറ്റ് യന്ത്രങ്ങളിലേക്കോ അല്ലെങ്കിൽ യന്ത്രഭാഗങ്ങളിലേക്കോ എത്തിക്കുന്നതിന് സഹായിക്കുന്നത് ആരൊക്കെയായിരിക്കാം? ചെയിൻ, ബെൽറ്റ്, ചക്രവും ആക്സിലറേറ്ററും. എന്താണ്? ഒരു യന്ത്രത്തിൽ നൽകുന്ന ബലത്തെ മറ്റ് യന്ത്രങ്ങളിലേക്കോ അല്ലെങ്കിൽ യന്ത്രഭാഗങ്ങളിലേക്കോ എത്തിക്കുന്നതിന് സഹായിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ്? ചെയിൻ, ബെൽറ്റ്, ചക്രം, ആക്സിലറേറ്റർ. എന്താണ് പൽചക്രങ്ങൾ അഥവാ ഗിയർ? എന്താണ് പൽചക്രങ്ങൾ? ഒരു യന്ത്രഭാഗത്തിൻ്റെ കറക്കം ഉപയോഗപ്പെടുത്തി വ്യത്യസ്ത വേഗതയിലും ദിശയിലും ഒന്നിലേറെ യന്ത്രഭാഗങ്ങൾ ചലിപ്പിക്കാൻ സഹായിക്കുന്നു. എന്ത്? പൽചക്രങ്ങൾ. എന്താണ്? ഒരു യന്ത്രഭാഗത്തിൻ്റെ കറക്കം ഉപയോഗപ്പെടുത്തി വ്യത്യസ്ത വേഗതയിലും ദിശയിലും ഒന്നിലേറെ യന്ത്രഭാഗങ്ങൾ ചലിപ്പിക്കാൻ സഹായിക്കുന്നതാണ് ഏത്? പൽചക്രങ്ങൾ അഥവാ ഗിയേഴ്സ്. ഗിയറിൻ്റെ പടമാണ് ഈ കാണിച്ചിരിക്കുന്നത്. നോക്കിക്കേ, കണ്ടോ? ഒരു പൽചക്രത്തിൻ്റെ ചലനത്തിന് എതിർ ദിശയിലായിരിക്കും തൊട്ടടുത്ത പൽചക്രത്തിൻ്റെ ചലനം. ചെറിയ പൽചക്രം ഉപയോഗിച്ച് വലിയ പൽചക്രം കറക്കുമ്പോൾ ചലനവേഗം കുറയുന്നു. ഓർത്തിരിക്കുക, ചെറിയ പൽചക്രം ഉപയോഗിച്ച് വലിയ പൽചക്രം കറക്കുമ്പോൾ ചലനവേഗം എന്താ സംഭവിക്കുന്നത്? കുറയുന്നു. വലിയ പൽചക്രം ഉപയോഗിച്ച് ചെറിയ പൽചക്രം കറക്കുമ്പോൾ എന്ത് സംഭവിക്കും? ചലനവേഗം കൂടുന്നു. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ക്ലാസ്സിലുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് പഠിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.